ഹലോ ഗെയ്സ്, കുറേ നാളായിട്ട് എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ എന്നോട് മെസ്സേജ് ആയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗദിയിൽ നിങ്ങൾ എവിടെയാണെന്ന്. അപ്പം ഞങ്ങൾ സൗദിയിൽ തായിഫിലാണേ. ഇപ്പം എന്താണ് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് റൂമിലേക്ക് വരികയാണ്. അപ്പോൾ വിചാരിച്ചു നമ്മൾ താമസിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ദേ ഈ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഇതിൻ്റെ 3rd ഫ്ലോറിൽ. അപ്പം 3rd ഫ്ലോറിൽ ഒരുപാട് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ റൂം. അപ്പം ഇനി റൂം തുറന്ന് അകത്തേക്ക് കയറാട്ടോ. അപ്പം മെയിൻ ഡോറ് തുറക്കുമ്പം തന്നെ നമുക്ക് ഒരു ലിവിങ്ങിൻ്റെയും കിച്ചണിൻ്റെ ഏരിയ കേട്ടോ. അതായത് ലിവിങ് റൂമും കിച്ചണും ഒരുമിച്ചാണ്, സെപ്പറേറ്റ് ആയിട്ടല്ല ലിവിങ് റൂമും കിച്ചണും വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ലിവിങ് റൂം കിച്ചണിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനും പിന്നെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഫോണൊക്കെ പണിതുകൊണ്ട് കുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരുന്ന റൂമെന്ന് വെച്ചാൽ ഫർണിഷ്ഡ് റൂമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നേ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ റിസുക്കുട്ടൻ്റെ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറേ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ആൾ കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലിവിങ് റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും നേരെ അടുത്ത അകത്തേക്ക് പോകാം. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് എന്ന് വെച്ചാൽ വാഷ് ബേസിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും ഒരു ഏരിയ കേട്ടോ. അതിൻ്റെ 2 സൈഡിലായിട്ട് 2 വാതിലുകളുണ്ട്, ഒന്ന് ബാത്റൂമിൻ്റെയും ഒന്ന് ബെഡ്റൂമിൻ്റെയും. ഞാൻ ബാത്റൂം ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നല്ല വിശാലമായ 2 ക്ലോസറ്റൊക്കെയുള്ള നല്ലൊരു ബാത്റൂമാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു ബെഡ്റൂമേ ഉള്ളെങ്കിലും അത് അതിവിശാലമായ ബെഡ്റൂം ആട്ടോ. അതായത് ഒരു 2 ബെഡ്റൂമിനെക്കാട്ടിലും വലുപ്പം വരുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ബെഡ്റൂമിലുണ്ട്. റിസുക്കുട്ടൻ ഫുള്ള് ഇതിലാട്ടോ ചാടി മറിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ഇത് തന്നെ അധികമാട്ടോ. അത്രയ്ക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഈ ഒരു ബെഡ്റൂമിലും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമെന്ന് വെച്ചാൽ ഈ ഒരു കർട്ടൻ മാറ്റുമ്പോൾ വിൻഡോയിലൂടെ കാണുന്ന ഈ ദൃശ്യമാട്ടോ. ഇത് കിച്ചണിൽ നിന്നേ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങൾ കൂടുതൽ സമയം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ആട്ടോ സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ്. കെട്ടിടങ്ങളും വണ്ടിയൊക്കെ പാഞ്ഞു പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റിസുക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ നിൽക്കാൻ. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എല്ലാം ഒരുപോലെ നല്ല വ്യൂ ആണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ മഴ പെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് പ്രത്യേക ഒരു ഭംഗിയാണ്. അത് ഞാൻ നേരത്തെ എടുത്തിരുന്ന ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ താഴെ ഫ്ലോറിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ആലിപ്പഴമാട്ടോ. ഇത് ഫുള്ള് ആലിപ്പഴമാണ്, ആ വെളുത്ത് കിടക്കുന്നത്. അത് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും നാട്ടിൽ പോകുമ്പം എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഈ റൂമിലെ ഒരു സ്ഥലമാണ് ഈ ഒരു വിൻഡോയും ഈ കാഴ്ചകളെല്ലാം. അപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.